differentiation and integration of Laplace transformation. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം f of s equal to Laplace transformation of f is equal to integral 0 to infinity e raised to minus t minus st f of t dt. ഇതാണ് നമുക്കിവിടെ നമുക്ക് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിതിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന ലിമിറ്റൊക്കെ ആരെയാണ്? ടി ഡി ആണ് കിടക്കുന്നത് അല്ലേ? അത് എസിൻ്റെ അല്ല. ടി റേസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു which implies f dash of s is equal to integral 0 to infinity മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഇ റേസ് ടു മൈനസ് എസ് ടി ടി എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞതിനാണ് നമ്മളിത് വിളിക്കുന്നത് എന്ത്? L of f എന്ന് പറയുന്ന ആൾ, which is equal to minus Laplace transformation of t into f of t എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? if Laplace transformation of f is equal to f of s, then Laplace transformation of t into f of t equal to എന്താണ്? മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. if Laplace transformation of f is equal to f of s, then Laplace transformation of t raised to n into f of t equal to minus 1 all raised to n into nth derivative of f of s. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു ഫോർമുല. ഇതിപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ കാര്യം എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇൻ്റഗ്രേഷൻ വെച്ച് ഉപയോഗിച്ച് എഴുതാനാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ കാര്യം എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? if Laplace transformation of L of f is equal to f of s, then Laplace transformation of f of t by t is equal to integral s to infinity f of u du. ഇത് നമുക്ക് എന്താണ് ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു റിസൾട്ടാണ്. ഈ രണ്ട് റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം? കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. Find the Laplace transformation of t cos omega t. ഇതാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന കാര്യം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos omega t equal to s divided by s square plus omega square. ഇതാണ് നല്ല കാര്യം നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്നത് എന്താണ്? ഒരു ടി കോസ് ടി എന്ന് പറയുന്ന ആളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കേണ്ട റിസൾട്ട് ഇപ്പോൾ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി എഫ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? മൈനസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? മൈനസ് ഓഫ് ഡി ബൈ ഡി എസ് ഓഫ്, അല്ലെങ്കിൽ ഡി ബൈ ഡി എസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തൽക്കാലം എഴുതുന്നില്ല. അപ്പോൾ ആദ്യം തൽക്കാലം ഇതാണ് നമ്മുടെ എന്ത്? കോസ് ഒമേഗ ടിയുടെ ഇത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചിരിക്കുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് വിളിച്ചിരിക്കേണ്ടത്.
അപ്പോൾ അടുത്ത് നമുക്ക് എന്താണ് എഫ് ഓഫ് എസ്, അതായത് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ ഡാഷ്, അതായത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്ററിലും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനകത്തും ആരുണ്ട്, എസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും, കോഷ്യന്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താണ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇവിടെയൊക്കെ എന്ത് പുറത്തെടുക്കുന്നുണ്ട്, മൈനസ് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 2s square divided by s square plus omega square whole square, which is equal to minus of omega square minus s square divided by s square plus omega square whole square. ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൈൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, വിച്ച് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് വിളിക്കുന്നു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞതിനെ നമുക്ക് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, -1 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്ന ആൾ ആരാണ്, ഡി ബൈ ഡി എസ് ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒരു വട്ടം കൊടുക്കുകയാണെങ്കിൽ 1 ബൈ എസ് സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് കിടക്കുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു -2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ്, അതായത് -2 ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വന്നു, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആര് വന്നു, എസ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി എന്ത് ഉപയോഗിച്ചേ പറ്റുള്ളൂ, കോഷ്യന്റ് റൂൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 2s സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു 2s ഇൻറ്റു ന്യൂമറേറ്റർ മൈനസ് ഒമേഗ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി അതിൻ്റെ സ്ക്വയർ എടുത്തിരിക്കുന്നു, which is equal to -2 omega into s square plus omega square all square minus 2 omega s ഓൾറെഡി ഒരു മൈനസ് ഇവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ -2 ഒമേഗ എസ്, ബാക്കി എന്താ ഉള്ളത്, 2 × 2 4 കിടക്കുന്നുണ്ട്, ബാക്കി ഒരു എസ് കിടക്കുന്നുണ്ട് ഇൻറ്റു 4s, ബാക്കി എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിപ്പോവും.
ഇനി നമുക്ക് ന്യൂമറേറ്റർ ഭാഗത്തിലേക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. which is equal to minus 2 omega പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ s square plus omega square all square ബാക്കി 4s square plus omega square divided by s square plus omega square all raised to 4 വന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -2 ഒമേഗ എടുക്കുന്നു, അതിൻ്റെ കൂടെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 4s സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 3s സ്ക്വയർ പ്ലസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. എസ് സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ഓൾ റേസ്ഡ് ടു 4. ഞാൻ കട്ട് ചെയ്യുവാണ്, ഇതിനെ കട്ട് ചെയ്യുന്നു, ഇതിനെ കട്ട് ചെയ്തിട്ട് മാറുമ്പോൾ എന്താണ് 3 വരുന്നത്. അപ്പോൾ ബാക്കി എന്താ വരുന്നത്? -2 ഒമേഗ ഇൻറ്റു എസ് സ്ക്വയർ മൈനസ് 4s സ്ക്വയർ, അപ്പോൾ -3s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ x square plus omega square all cube which is equal to മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. 2 ഒമേഗ ഇവിടെ എടുത്തിട്ട് അത് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും ത്രൂ എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് ഡബിൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതെടുത്ത് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫോർമുലയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ആദ്യം എഴുതിയ ഫോർമുലയുടെ അടുത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എൽ ഓഫ് ടി സ്ക്വയർ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറയുന്നത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എസ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് തന്നെയാണ് 2 ഒമേഗ ഇൻറ്റു 3s സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ ക്യൂബ്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ഡിഫറൻസിയേഷൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 മൈനസ് e raised to t ഡിവൈഡഡ് ബൈ t. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരാണ് എഫ് ഓഫ് ടി ബൈ ടി, എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആളാരാണ്? 1 മൈനസ് e raised to t. അപ്പോൾ ബൈ ഡെഫിനിഷൻ എന്താണ് കിടക്കുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു നമ്മളെന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നതായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് അവർ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ആൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എസ് ആളെന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ആരാന്ന് നോക്കാം. ദാറ്റ് ഈസ് എൽ ഓഫ് 1 മൈനസ് e raised to t which is equal to Laplace transformation of 1 minus Laplace transformation of e raised to t. ഇതെന്ന് പറഞ്ഞാലാണ് 1 by s minus 1 by s minus 1. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? നമ്മുടെ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ആളായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുമ്പോൾ 1 മൈനസ് e raised to t ഡിവൈഡഡ് ബൈ ടി is equal to integral s to infinity f of u du എന്ന് പറയുന്ന ആൾക്ക് വരെ നമുക്കിപ്പോൾ എന്ത് കൊടുക്കാം? 1 by അപ്പോൾ എഫ് ഓഫ് എസ് ഡി യു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് കൊടുക്കാം? എഫ് ഓഫ് എസ് ഡി എസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ
അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ രീതിയിൽ നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1/s മൈനസ് 1/s മൈനസ് 1 ഇൻറ്റു ഡി എസ് ഇസ് ഈക്വൽ ടു 1/sൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് എസ് മൈനസ് 1/s മൈനസ് 1 എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് എസ് മൈനസ് 1. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റുകൾ എസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ log a മൈനസ് log b എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് s ഡിവൈഡഡ് ബൈ s മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഇൻ്റഗ്രൽ ലിമിറ്റ് ഏതാണ്? s തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. വിച്ച് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ ഞാൻ s വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 മൈനസ് 1/s ഇൻ്റഗ്രൽ s ടു ഇൻഫിനിറ്റി. ഇനി നേരെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് 0 മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/s എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1, അതായത് നാച്ചുറൽ ലോഗരിതം ഓഫ് 1. നാച്ചുറൽ ലോഗരിതം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/s എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് എന്താ നമുക്ക് കിട്ടുക? എസ് മൈനസ് 1 ഓൾ ടു ദ പവർ ന്യൂമറേറ്ററിൽ എസ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? which is equal to, അപ്പോൾ ഒന്ന് ഭംഗിയായിട്ട് എഴുതി ഞാൻ നാച്ചുറൽ ലോഗരിതം ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 എന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ 0ക്ക് വരെ ഞാനിവിടെ നിന്ന് നാച്ചുറൽ ലോഗരിതം ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ബാക്കി നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 എന്ന് പറഞ്ഞ് എഴുതുന്നു. അഗൈൻ ലോഗ് എ ബൈ എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ അവസാനിപ്പിക്കാവുന്നതാണ്.